ശ്രദ്ധിച്ചു കേൾക്കുക. ദാവീദ് രാജാവായിട്ട് ഭരണം നടത്തുവാനായിട്ട് ആരംഭിച്ചപ്പോൾ, പൂർണ്ണമായും രാജ്യത്തിൻ്റെ മുഴുവനും രാജ്യഭരണം ഏൽക്കുവാനായിട്ട് വന്നപ്പോൾ മറ്റൊരു തടസ്സം വരികയാണ്. അബ്നേർ എന്ന് വിളിക്കുന്ന ആ ദുഷ്ടൻ എന്തു ചെയ്തു? ഇഗ്നോർ എന്ന് വിളിക്കുന്നതായ ശൗലിൻ്റെ മകനെ രാജാവായിട്ട് പ്രഖ്യാപിച്ചു. 11 ഗോത്രങ്ങളുടെ രാജാവ് ഇശ്ബോശെത്ത് എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ഇശ്ബോശെത്തിന് രാജാവാകുവാനുള്ളതായ അർഹതയുണ്ടോ? അവൻ യോഗ്യനാണോ? കഴിവുള്ളവനാണോ? യുദ്ധത്തിന് പോലും വരില്ലായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും ശൗൽ അവനെ യുദ്ധത്തിന് തന്നോടൊപ്പം കൂട്ടിക്കൊണ്ടു പോകില്ലായിരുന്നു. ഒരു കഴിവുമില്ലാത്തവൻ. അങ്ങനെ ഒരു കഴിവുമില്ലാത്തവനെ എന്തിനാണ് അബ്നേർ രാജാവായിട്ട് പ്രഖ്യാപിച്ചത്? കാരണം തൻ്റെ സ്ഥാനം നഷ്ടപ്പെടാതിരിക്കുവാനായിരുന്നു. താൻ സൈന്യാധിപനായിട്ട് തന്നെ മുൻപോട്ട് പോകുവാനായി, അതുപോലെ താൻ പറയുന്നത് പോലെ രാജ്യഭരണം പോകുവാനായി. വാസ്തവത്തിൽ ഇശ്ബോശെത്ത് രാജാവ് ആണെങ്കിലും ആരാണതൊക്കെ നടത്തുന്നത്? അബ്നേറാണ് നടത്തുന്നത്. അതുതന്നെ അവന് വേണം. ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. അബ്നേർ അവസരവാദിയാണ്, സ്വാർത്ഥത കൊണ്ട് നിറഞ്ഞവനാണ്. ബലഹീനമായ ആളുകളുടെ ബലഹീനത കണ്ടുകൊണ്ട് താൻ വിചാരിക്കുന്നത് പോലെ സ്വാർത്ഥപരമായ രീതിയിൽ പ്രവർത്തിക്കാൻ ഒരുക്കമുള്ളവനായിരുന്നു. എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ നമുക്കത് ശ്രദ്ധിച്ചു നോക്കാം. അബ്നേർ ഇശ്ബോശെത്തിനെ രാജാവായിട്ട് പ്രഖ്യാപിച്ച ശേഷം 11 ഗോത്രങ്ങളുടെ മേൽ 2 വർഷം ഇശ്ബോശെത്ത് രാജഭരണം നടത്തുവാൻ ഇടയായി. അങ്ങനെ ഇസ്രായേലിൻ്റെ മേലുള്ളതായ ദാവീദിൻ്റെ രാജഭരണത്തിന് തടസ്സമുണ്ടാകുവാനിടയായി. അത് അബ്നേറിൻ്റെ രൂപത്തിലാണ് കടന്നു വന്നത്. യുദ്ധം ചെയ്യുവാൻ അറിയാത്ത ഒരുവനെ രാജാവിൻ്റെ സിംഹാസനത്തിൽ കൊണ്ടിരിക്കുമ്പോൾ അത് നല്ലതാണോ അതോ അവൻ്റെ സ്വാർത്ഥതയാണോ? സ്വാർത്ഥതയാണ്. താൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കേണ്ടതിന് വേണ്ടിയാണ് കൊണ്ടുവന്നിരുത്തിയത്, അല്ലാതെ അവൻ്റെ നന്മ കൊണ്ടല്ല. കേൾക്കുക പ്രിയ സഹോദര സഹോദരി, ഇങ്ങനെയുള്ള അവസരവാദികൾ എല്ലായിടങ്ങളിലുമുണ്ട്. നിനക്ക് ജോലി നൽകിത്തരാമെന്ന് പറയും, ലോഡ് വാങ്ങിത്തരാമെന്ന് പറയും, പ്രമോഷൻ വാങ്ങിപ്പിച്ച് തരാമെന്ന് പറയും. ഈ രീതിയിൽ നിനക്കുണ്ടായിരിക്കുന്ന ആവശ്യത്തെ, നിനക്കുണ്ടായിരിക്കുന്നതായ കഷ്ടതയെ, നിന്റെ ഏകാന്തതയെ, നിന്റെ ഒറ്റപ്പെട്ട അവസ്ഥയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നിന്നെ താങ്ങുന്നവനായ നിന്റെ ജീവിതത്തിലേക്ക് കടന്നുവന്ന് അതിനുശേഷം നിന്റെ ജീവിതത്തെ നാശമാക്കി കളയുന്ന വ്യക്തികളുമുണ്ട്. നിങ്ങളെ അനാഥരാക്കി മാറ്റാനിടയാകും. ആർക്കും പരിഹരിക്കുവാൻ കഴിയാത്ത കഷ്ടതയിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ തള്ളിയിടും. ഈ വാസ്തവം നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. ആരാണെങ്കിലും ശരി, ചോദിക്കാതെ സഹായിക്കുകയാണെങ്കിൽ, അധികമായ സ്നേഹം കാണിക്കുകയാണെങ്കിൽ, വലിയ വാത്സല്യവും കരുതലും കാണിച്ചാൽ വളരെ ജാഗ്രതയോടെ ആയിരിക്കുക. അങ്ങനെയുള്ള ആളുകളുടെ പിൻപിൽ ഏതെങ്കിലും രീതിയിലുള്ള സ്വാർത്ഥപരമായ ചിന്താഗതി ഉണ്ടായിരിക്കും. കേവലം ദൈവ സ്നേഹത്താൽ നിറയപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ അല്ലാതെ വേറെ ഏതെങ്കിലും വ്യക്തി നിങ്ങളോട് അമിതമായ സ്നേഹമാകട്ടെ, അമിതമായ കരുതലാകട്ടെ, വാത്സല്യമാകട്ടെ കാണിക്കുകയാണെങ്കിൽ വളരെ സൂക്ഷിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അബ്നേർ തന്നെ രാജാവാക്കിയപ്പോൾ ഇശ്ബോശെത്ത് അതിശയിക്കുകയാണ്. എത്ര നല്ലവനാണ് അബ്നേർ! ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന എനിക്ക് ശൗലിൻ്റെ മകനായിരുന്നതായ ഒറ്റ പേരിൽ എന്നെ രാജാവാക്കി മാറ്റി. അബ്നേർ എത്ര നല്ല മനുഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പുകഴ്ത്തുകയാണ്. എന്നാൽ അബ്നേറിൻ്റെ ചിന്താഗതി വേറെയായിരുന്നു. ഒരുപക്ഷേ ദാവീദ് വന്നിട്ട് ഇസ്രായേൽ രാജ്യത്തിന് മുഴുവനും രാജാവായിരുന്നുവെങ്കിൽ എന്നെ അവൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് എൻ്റെ സ്ഥാനമെടുത്ത് കളയുമായിരുന്നു. എൻ്റെ ജോലി മുൻപോട്ട് പോകണമെങ്കിൽ ഞാൻ നിശ്ചയമായിട്ടും ഈ പ്രയോജനമില്ലാത്തവനെ സഹായിച്ചേ മതിയാകൂ. സ്വാർത്ഥത. ഒരു ദിവസം എന്തു സംഭവിച്ചു? ശ്രദ്ധിച്ചു കേൾക്കുക. ഇശ്ബോശെത്ത് അബ്നേറിനെ വിളിപ്പിച്ചു. അബ്നേരേ, നീ എന്താണ് ചെയ്യുന്നത്? ഇത്ര ഘോരമായ പാപപ്രവൃത്തി നീ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തിനാണ് വെറുതെ കോപിക്കുന്നത്? പിന്നെ കോപിക്കാതെ എന്താണ്? നീ എന്താണിങ്ങനെ ചെയ്തത്? എന്തു ചെയ്തു? എന്തു ചെയ്തെന്ന് ചോദിക്കുകയോ? എൻ്റെ അമ്മയോടൊപ്പം നീ കിടക്കുകയോ? നീ എത്ര ദുഷ്ടനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇശ്ബോശെത്ത് അബ്നേറിനെ ചോദ്യം ചെയ്തു. എന്താണ് സംഭവിച്ചത്? ഇശ്ബോശെത്തിൻ്റെ അമ്മ, അതായത് ശൗലിൻ്റെ ഭാര്യ, ശൗലിനുണ്ടായിരുന്നതായ ഭാര്യമാരിൽ ഒരു ഭാര്യയെ, സുന്ദരിയായ ഒരു ഭാര്യയെ അശ്മേർ മോഹിച്ചു അവളുടെ മേൽ ദൃഷ്ടിവെച്ചു. എന്താണ് ചെയ്തത്? അവളുമായി പാപം ചെയ്തു. അവൾ ആരാണ്? ഇശ്ബോശെത്തിൻ്റെ മാതാവിൻ്റെ സ്ഥാനത്തുള്ളവളാണ്. എപ്പോഴോ തൻ്റെ പിതാവായിരിക്കുന്നതായ ശൗലിൻ്റെ ഭാര്യയായ സ്ത്രീയെ, അതായത് തൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന സ്ത്രീയെ അബ്നേർ മോഹിച്ചു എന്നറിഞ്ഞപ്പോൾ ഇശ്ബോശെത്ത് വന്നിട്ട് കോപത്തോടെ സംസാരിച്ചു. നിനക്കെത്ര ധൈര്യമാണ് എൻ്റെ അമ്മയോടൊപ്പം നീ കഴിയുകയോ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ രോക്ഷത്തോടെ സംസാരിച്ചപ്പോൾ, അപ്പോൾ ചോദിക്കട്ടെ, അബ്നേർ തെറ്റ് സമ്മതിക്കുമെന്നാണോ? ഇശ്ബോശെത്തേ, എൻ്റെ ജഡത്തിന് അങ്ങനെയൊരു ഇഷ്ടമുണ്ടായി, അതിനെ തടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല.
അതുകൊണ്ടാണ് നിന്റെ അമ്മയുടെ സ്ഥാനത്തുള്ള സ്ത്രീയോടൊപ്പം ഞാൻ പാപം ചെയ്തത്. എനിക്ക് അബദ്ധം സംഭവിച്ചു. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് സമ്മതിക്കുമെന്നാണോ? എപ്പോഴാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ അല്ലെങ്കിൽ വീക്ഷിക്കുക. തെറ്റു ചെയ്ത വ്യക്തിയെ നിങ്ങൾ ചോദ്യം ചെയ്താൽ, അങ്ങനെ ചോദ്യം ചെയ്താൽ അപ്പോൾ തന്നെ അവർ നിങ്ങൾക്കെതിരെ തിരിയും. അത് ആരാണെങ്കിലും ശരി. പ്രിയ സഹോദരിമാരെ, മദ്യപിച്ച് വന്ന നിങ്ങളുടെ ഭർത്താവിനെ ചോദ്യം ചെയ്യൂ. എന്തിനാണ് ഇങ്ങനെ മദ്യപിക്കുന്നത്? മദ്യപിച്ച് എന്തിനാണ് ആരോഗ്യവും പണമൊക്കെ നശിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്തു പറയും? എന്ത് പറയാനാടി? മദ്യപാനത്തിന് അടിമപ്പെട്ടു പോയിരിക്കുന്നു. മദ്യപിക്കണമെന്ന് വിചാരിച്ചല്ല, എന്നാൽ മദ്യപിച്ചു പോകുന്നു. ദയവ് ചെയ്ത് നീ മനസ്സിലാക്കണം എന്ന് പറയുമോ? എന്ന് പറയുമോ? പറയുകയില്ല. നിനക്കെന്താണ് പ്രശ്നം എന്ന് പറഞ്ഞങ്ങനെ ചോദിക്കും. ദേഷ്യത്തോടെ സംസാരിക്കും, കോപിക്കും, അവസാനം നിങ്ങളുടെ മുടിക്ക് പിടിച്ച് ഭിത്തിയിൽ കൊണ്ടിടിക്കുകയും ചെയ്യും. നിങ്ങളുടെ മക്കളെ നോക്കുക. എപ്പോഴും എന്തിനാടാ ഫോണിൽ തന്നെ നോക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവൻ കോപിച്ചു നോക്കുന്നത് കാണാം. നോക്കണം, കൊച്ചുകുട്ടിയാണ്. അവൻ്റെ കയ്യിലിരിക്കുന്ന സെൽഫോണൊന്ന് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുക. അവൻ ആ വീട് മുഴുവൻ ഇളക്കി മറിക്കുന്നത് കാണാം. നിങ്ങളുടെ മകൾ എപ്പോഴും ഫോൺ കയ്യിൽ വെച്ച് ചാറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് കണ്ടിട്ട് എന്തിനാടി എപ്പോഴും ഫോണിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നിനക്ക് പഠിക്കാനില്ലേ എന്ന് ചോദിച്ചാൽ ഇന്നുള്ളതായ പെൺകുട്ടികൾ സമ്മതിക്കുമോ? അവർ സമ്മതിക്കില്ല. ഉറക്കെ സംസാരിക്കും. നിങ്ങളുടെ മകൻ താമസിച്ച് വീട്ടിൽ വരുമ്പോൾ എന്താടാ നീ താമസിച്ച് വീട്ടിൽ വരുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അവൻ എന്തു ചെയ്യും? നിങ്ങൾക്ക് നേരെ തിരിയാനിടയാകും. എത്രയോ മാതാപിതാക്കൾ വന്ന് മക്കളെക്കുറിച്ച് ഭാരപ്പെടാറുണ്ട്. ദേവദാസ, അവനെപ്പോഴും ഫോണിൽ തന്നെയാണ്. ആരോടൊക്കെയോ ഫോണിൽ സംസാരിക്കുന്നു. അർദ്ധരാത്രിയിലിരുന്ന് ഫോണിൽ സംസാരിക്കുന്നു. ചാറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരോടാണ് നീ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പറയുക, ഞാൻ എവിടെയെങ്കിലും ഇറങ്ങിപ്പോയിക്കൊള്ളാമെന്ന് പറയുകയാണ്. എനിക്ക് യാതൊരു സ്വസ്ഥതയുമില്ല, സമാധാനവുമില്ല എന്ന് പറയുകയാണ്. എൻ്റെ സ്വസ്ഥത കെടുത്തുകയാണെന്ന് പറയുകയാണ്. ആ അനാവശ്യമായ കോളുകൾ ചെയ്യുന്നതിന് ഇവന് സ്വസ്ഥത വേണമെന്ന്. അമ്മയും അപ്പനും ചോദ്യം ചെയ്താൽ ഹോസ്റ്റലിൽ പോകുമെന്നാണ് പറയുന്നത്. പാവം, ഇവൻ എവിടെ പോയി ജീവിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് മാതാപിതാക്കൾ അത് കണ്ട് മൗനമായിരിക്കുന്നു. ഇന്ന് തെറ്റായ പ്രവൃത്തികൾ ചെയ്യുന്ന അനേകം ആളുകളും, അത് ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, അതുപോലെ മക്കളായിക്കൊള്ളട്ടെ, അവർ ചെയ്യുന്ന തെറ്റിനെക്കുറിച്ച് ചോദ്യം ചെയ്താൽ, എന്തെങ്കിലും വിമർശിച്ച് സംസാരിച്ചാൽ അവർ തെറ്റ് ഏറ്റുപറയുകയല്ല, മറിച്ച് എതിർത്ത് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം പാപം അവരുടെ ഉള്ളിലുണ്ട്. പാപത്താൽ അവർ നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. ഒരു ദിവസം ഒരു സഹോദരൻ വന്നിട്ട് പറയുകയാണ്, അവൻ്റെ അമ്മയെയും കൂട്ടിക്കൊണ്ടുവന്ന് പറയുകയാണ്, എനിക്കൊരു കമ്പനിയുണ്ട് ബ്രദർ, ഒരുപാട് ജോലിക്കാരുണ്ട് അവിടെ ജോലി ചെയ്യുന്നതായ ആളുകൾ. അമ്മയില്ല, അപ്പനില്ല, കൂടപ്പിറപ്പുകൾ ആരുമില്ല. അങ്ങനെ അനാഥയായ ഒരു വ്യക്തി എൻ്റെ കമ്പനിയിലേക്ക് കടന്നു വന്നു. അവൾ കൊണ്ടുവന്നതായ സർട്ടിഫിക്കറ്റുകളിൽ ജോലി കിട്ടാനുള്ള യാതൊരു യോഗ്യതയുമില്ലാതിരുന്നിട്ടും അവളോട് ദയ കാണിച്ചുകൊണ്ട് ഞാൻ അവൾക്കൊരു ജോലി കൊടുക്കാനിടയായി. അതിനുശേഷം ഞാൻ അമ്മയോട് അവളെക്കുറിച്ച് പറയുന്നു, അമ്മയും അപ്പനും ആരുമില്ല, അനാഥയായ പെൺകുട്ടിയാണ്. ഇങ്ങനെയൊരു പെൺകുട്ടി വിവാഹം കഴിച്ചാൽ അമ്മയ്ക്ക് സഹായമായിരിക്കും, കൂട്ടായിരിക്കും, താങ്ങായിരിക്കും. സ്നേഹമറിയാതെ വളർന്നവളായതുകൊണ്ട് അമ്മയ്ക്ക് അവളെ സ്നേഹിക്കാനും കഴിയും. അമ്മയെയും അവൾ സ്നേഹിക്കുമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നിന്റെ ഇഷ്ടം. ഏതായാലും അവൾ അനാഥയായ പെൺകുട്ടിയാകൊണ്ട് അവളെ സഹായിക്കുകയാണെങ്കിൽ അത് അവൾക്ക് നല്ലതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും സമ്മതിച്ചപ്പോൾ ആ അനാഥ പെൺകുട്ടിയെ ഞാൻ വിവാഹം കഴിച്ചു, കമ്പനിയുടെ ഉടമയും ആക്കി. ഒരു ദിവസം ഞാൻ കമ്പനിയിൽ നിന്ന് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ കാറിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് ബൈക്കിൽ എൻ്റെ ഭാര്യയെ വേറൊരുവൻ കൊണ്ട് ഇറക്കുന്നത് കാണാനിടയായി. ഞാൻ അകത്തേക്ക് നടന്നു പോകുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ബൈക്കിൽ നിന്ന് ഇറങ്ങി അവളെ കൊണ്ടുവന്ന പയ്യനുമായിട്ട് അവൾ മ്ലേച്ഛമായ രീതിയിൽ പ്രവർത്തിക്കുന്നത് കണ്ടു. അവരങ്ങനെ മ്ലേച്ഛമായ രീതിയിൽ ഇടപഴകുന്നത് കണ്ടപ്പോൾ ഞാനത് കാണുവാനിടയായി. ഞാൻ കണ്ടത് അവളും കാണുവാനിടയായി. ഞാൻ കണ്ടുവെന്ന് മനസ്സിലാക്കിയ സമയത്ത് പെട്ടെന്ന് അവൾ അകത്തേക്ക് വരേണ്ടതിന് പകരമായി ഞാൻ കണ്ടത് അറിഞ്ഞിട്ടും അവൾ അങ്ങനെ തന്നെ നിൽക്കുകയാണ് ചെയ്തത്. ഞാൻ അങ്ങനെ തന്നെ നിന്നുപോയി. അവൾ അകത്തേക്ക് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണിത്? ആരാണ് നിന്നെ ഇവിടേക്ക് കൊണ്ടുവിട്ടത്? അപ്പോൾ പറയണം, എൻ്റെ ബോയ് ഫ്രണ്ടാണെന്ന്. ആരാണ്? എൻ്റെ ബോയ് ഫ്രണ്ട്. എത്ര ഈസി ആയിട്ടാണ് നിന്റെ ബോയ് ഫ്രണ്ട് എന്ന് പറയുന്നത്? എൻ്റെ ബോയ് ഫ്രണ്ട് ആകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിന്റെ വിവാഹം കഴിഞ്ഞതല്ലേ? അതേ, വിവാഹം കഴിഞ്ഞതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? എന്താണിത്? വിവാഹം കഴിഞ്ഞതായ നിനക്ക് എന്തിനാണ് എൻ്റെ ബോയ് ഫ്രണ്ട്? അവനെന്തിനാണ് നിന്നെ വീടിൻ്റെ മുമ്പിൽ കൊണ്ട് ഇറക്കുന്നത്? ഞാൻ കാണുന്നുണ്ട് എന്നൊരു ബോധ്യം പോലും ഇല്ലാതെ എങ്ങനെയാണ് അവനുമായിട്ട് ഈ രീതിയിൽ നിനക്ക് അടുത്തിടപഴകുവാനായിട്ട് കഴിയുന്നത്? എന്താണിത്? അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? എന്നോടൊപ്പം ജീവിക്കണമോ വേണ്ടയോ? എന്താണ് അങ്ങനെ ചോദിക്കുന്നത്? ഞാൻ പറയാം, കേൾക്കുക. ഞാനും നീ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമായതേയുള്ളൂ. അവനുമായിട്ട് എനിക്ക് 10 വർഷമായിട്ട് ഫ്രണ്ട്ഷിപ്പുണ്ട്. പറയൂ, വിവാഹം കഴിച്ചിട്ട് 1 വർഷമായിരിക്കുന്ന നിനക്ക് വേണ്ടി 10 വർഷമായി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കുന്ന ആ ഫ്രണ്ട്ഷിപ്പ് കളയണമോ? ഇഷ്ടമുണ്ടെങ്കിൽ താമസിക്കുക,
ഇനിയും കൂടുതൽ വേലയിറക്കുകയാണെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് നിനക്കെതിരായിട്ട് കേസ് കൊടുക്കും. ഞാൻ പീഡന കേസ് കൊടുക്കും. എന്നെ കൊല്ലുവാൻ വന്നെന്ന് പറഞ്ഞ് കേസ് കൊടുക്കും. നിങ്ങളുടെ മേലും നിങ്ങളുടെ അമ്മയുടെ മേലും കേസ് കൊടുക്കും. എന്തു വേണമെങ്കിലും ചെയ്തോ. അവൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാനിടയായി. ഇപ്പോൾ അമ്മയും മകനും വന്ന് കരയുകയാണ്. ദേവദാസ, പോലീസ് സ്റ്റേഷൻ്റെ ചുറ്റും, കോടതിക്ക് ചുറ്റും ഇപ്പോൾ നടക്കുകയാണ്. എന്ത് തെറ്റ് ചെയ്തതുകൊണ്ടാണ്? എൻ്റെ കുഴപ്പം എന്തായിരുന്നു? ഞാൻ ചെയ്ത തെറ്റ് എന്തിനാണ് നീ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് എന്നത് ചോദിച്ചത് മാത്രമാണ്. അതും അവളൊരു അനാഥയാണ്. അതിൻ്റെ ഒരു നന്ദി പോലും എന്നോട് കാണിക്കുന്നില്ല. ഞാൻ അനാഥയായിരുന്നു, എന്നെ ആശ്വസിപ്പിച്ചു, എനിക്കൊരു ജീവിതം തന്നു, അങ്ങനെയുള്ളൊരു നന്ദി പോലും അവളുടെ മനസ്സിലില്ല. കോടതി കയറി ഇറങ്ങുകയാണിപ്പോൾ. പ്രിയ മകനെ, മകളെ, സഹോദര, സഹോദരി, നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ മാതാവും പിതാവും നിങ്ങൾ തെറ്റിപ്പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ, ഭാര്യമാരെ അവർ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ തിരിച്ചു കോപിക്കുകയാണെങ്കിൽ നിങ്ങൾ നശിച്ചു പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നീ ചെയ്യുന്ന തെറ്റ് കണ്ടുകൊണ്ട്, നിന്റെ ജീവിതത്തിലെ കുഴപ്പം കണ്ടുകൊണ്ട് നിന്നെ സ്നേഹിക്കുന്ന മാതാവാകട്ടെ, പിതാവാകട്ടെ, ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, എന്തിനാണ് നീ ഇങ്ങനെ ചെയ്യുന്നത്, എന്ത് തെറ്റാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ അവരുടെ ചോദ്യങ്ങൾക്ക് സ്നേഹത്തോടെ സമാധാനത്തോടുകൂടി മനസ്സിലാക്കി ഉത്തരം കൊടുത്താൽ നല്ലതാണല്ലാതെ അനുജനെ കൊന്നുകളഞ്ഞു. ദൈവം വന്ന് ചോദിക്കുകയാണ്, കയീനെ, നിന്റെ അനുജനെവിടെ? ഇങ്ങനെ ചോദിച്ചപ്പോൾ കയീന്റെ ഉത്തരം എന്താണ്? ഇതുവരെ എൻ്റെ അനുജനെ പറ്റി ചോദിക്കാത്തതാ ദൈവം. ഇപ്പോൾ വന്ന് അനുജനെവിടെ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ അവനെ കൊല്ലുന്നത് ദൈവം കണ്ടിരിക്കുന്നു. സകലതും അറിയുന്ന ദൈവം വന്ന് ചോദിക്കുമ്പോൾ എന്താണ് മറച്ചു വയ്ക്കുന്നത്? ദൈവമേ, ഞാൻ ചെയ്തത് തെറ്റാണ്, അസൂയ കൊണ്ട് എൻ്റെ അനുജനെ ഞാൻ കൊല്ലുവാനിടയായി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ മുൻപിൽ ക്ഷമയാചിക്കേണ്ടതിന് പകരമായി കയീൻ എന്താണ് ഇവിടെ പറയുന്നത്? എന്താ ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനാണോ? എന്നോടാണ് അവനെക്കുറിച്ച് ചോദിക്കുന്നത്? അഹങ്കാരമല്ലേ? നിഗളമല്ലേ? ദൈവത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതായ വലിയ ദുഷ്ടപ്രവൃത്തിയല്ലേ? അനുജനെ കൊന്ന് കുഴിച്ചു മൂടിയിട്ടിപ്പോൾ ഒന്നും അറിയാത്തവനെ പോലെ എന്നോട് എന്തിനു ചോദിക്കുമെന്ന് ചോദിക്കുന്നുവോ? നീ ദേശത്ത് അലഞ്ഞുഴലാനിടയാകും. ദൈവം അവനെ ശപിച്ചു. അന്നു മുതൽ കയീന്റെ ജീവിതത്തിൽ എന്തുപറ്റി? അലയാൻ തുടങ്ങി. സ്ഥിരതയില്ല, സ്ഥിരമായ കുടുംബമില്ല, സ്ഥിരമായൊരു ജീവിതമില്ല. ദേശത്ത് മുഴുവനും അലഞ്ഞ് നടന്ന് ഒരു ദിവസം മരിക്കാനിടയായി. സഹോദര, സഹോദരി, ദയവ് ചെയ്ത് ശ്രദ്ധിക്കൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറ്റം ചെയ്താൽ, പാപപ്രവർത്തികൾ ചെയ്താൽ, സ്നേഹിക്കുന്ന ആളുകൾ നമ്മെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ അവരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ കോപത്തോടെ ഉത്തരം പറയാൻ നോക്കരുത്. എന്നോട് ക്ഷമിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുക. എൻ്റെ ദുശീലത്തിൽ നിന്ന് പുറത്തു വരുവാനായി എന്നെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കുക എന്ന് പറഞ്ഞ് താഴ്മയോടെ ഏറ്റുപറഞ്ഞ് അതിൽ നിന്നും പുറത്തു വരുവാൻ ശ്രമിക്കുകയല്ലാതെ ഞാനിങ്ങനെ തന്നെ ജീവിക്കും, ഞാനിങ്ങനെ തന്നെ മദ്യപിക്കും, എങ്കിലൊരു കാര്യം ചെയ്യുക. നീ നന്നായി കുടിക്കുന്നവനാണെങ്കിൽ നീ ആറ്റിൽ ചാടിയിട്ട് അവിടെ നീന്തുക. ഒരു ശല്യം തീർന്നു പോകും. അതല്ലാതെ വീട്ടിൽ വന്നിട്ട് ഭാര്യയെ തല്ലരുത്, വീട്ടിൽ വന്നിട്ട് അലോഹ്യമുണ്ടാക്കരുത്. സഹോദരി, സഹോദര, ഇശ്ബോശത്ത് വന്ന് അബ്നേറിനോട് ചോദിക്കുകയാണ്, നീ എന്താണ് എൻ്റെ അമ്മയോട് ചെയ്തത്? അബ്നേറിന് കോപം വന്നു. എന്തു പറഞ്ഞെന്നറിയാമോ? നീ ആരാണ്? നിന്റെ ജീവിതം എന്താണ്? നിന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. വാസ്തവത്തിൽ ഈ രാജ്യം ഭരിക്കേണ്ടത് ആരാണ്? ദാവീദാണ്. ദാവീദ് രാജാവായി ഭരിക്കേണ്ടതിന് പകരമായി നിന്നോട് മനസ്സലിവും ദയവും ഞാൻ കാണിച്ചുകൊണ്ട് ഒന്നിനും കൊള്ളാത്തവനായ നിന്നെ രാജസിംഹാസനത്തിൽ കൊണ്ടെത്തിയപ്പോൾ നീ എന്നെ ചോദ്യം ചെയ്യുന്നുവോ? എന്നെ ഭീഷണിപ്പെടുത്തുന്നുവോ? ഞാൻ ചെയ്തതായ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്നെ ഭീഷണിപ്പെടുത്തുന്നുവോ? ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഇതാണ് സ്വാർത്ഥത കൊണ്ട് നിറഞ്ഞവർ ചെയ്യുന്നത്. നിനക്ക് ജോലി തന്നുവെന്നിരിക്കട്ടെ, അതവരുടെ ആഗ്രഹം നിവർത്തിക്കാനാണ്. നിനക്ക് പ്രമോഷൻ തന്നെന്നിരിക്കട്ടെ, അതവരുടെ ആഗ്രഹം നിവർത്തിക്കാനായിട്ടാണ്. അല്ലെങ്കിൽ നിനക്ക് സാമ്പത്തിക സഹായം ചെയ്തെന്നിരിക്കട്ടെ, അവരുടെ ആഗ്രഹത്തിന് വേണ്ടി നിനക്ക് ഏതെങ്കിലും തരത്തിലുള്ളതായ സഹായം ചെയ്തെന്നിരിക്കട്ടെ. കേൾക്കുക, അവർ ആഗ്രഹിച്ചത് നേടിക്കഴിയുമ്പോൾ എന്തു ചെയ്യുമെന്നറിയാമോ? നിനക്കെന്താണോ തന്നത് അത് തിരികെ ചോദിക്കും. നിന്റെ ജോലിയിൽ നിന്ന് നിന്നെ പുറത്താക്കും. നിന്റെ പ്രമോഷൻ തടഞ്ഞുവെക്കും. പാർട്ണർഷിപ്പിൽ കൂടി നിനക്ക് ലഭിക്കേണ്ട ലാഭത്തിനെ ഇല്ലാതെയാക്കും. നീ എങ്ങനെ ജോലി ചെയ്യുമെന്ന് നോക്കട്ടെ എന്ന് പറയും. നീ എങ്ങനെ വീട് പണിയുമെന്ന് നോക്കട്ടെ എന്ന് പറയും. നീ അവിടെ എങ്ങനെ നിൽക്കുമെന്ന് നോക്കട്ടെ എന്ന് പറയും. നീ എങ്ങനെ അവിടെ ജീവിക്കുമെന്ന് നോക്കട്ടെ, എങ്ങനെ ആ സ്ഥലത്ത് പ്രവേശിക്കുമെന്ന് നോക്കട്ടെ. എപ്പോഴാണോ നീ അവരെ എതിർക്കുന്നത്, അപ്പോൾ തന്നെ അവർ നിങ്ങളുടെ ശത്രുക്കളായി മാറും. ഇശ്ബോശത്തിനെ രാജാവാക്കിയിരുത്തിയതാരാണ്? അബ്നേർ. ഇപ്പോൾ അബ്നേർ എന്താണ് ഇവനോട് പറയുന്നത്? നീ എങ്ങനെ രാജഭരണം മുൻപോട്ട് കൊണ്ടുപോകുമെന്ന് നോക്കട്ടെ, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ അബ്നേറിനെ പോലെയുള്ള ആളുകൾ നമ്മുടെ
മുൻപാകെ കടന്നു വന്നേക്കാം. ഇവിടെ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. 2 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യം. ശൗലിന്റെ ഗൃഹത്തിൽ നിന്ന് രാജത്വം മാറ്റുകയും ദാവീദിന്റെ സിംഹാസനം ദാൻ മുതൽ ബേർഷേബ വരെ ഇസ്രായേലിലും യഹൂദയിലും സ്ഥാപിക്കുവാൻ ചെയ്യുവാൻ തക്കവണ്ണം യഹോവ ദാവീദിനോട് സത്യം ചെയ്തതുപോലെ ഞാൻ അവന് സാധിപ്പിച്ചു കൊടുക്കാതിരുന്നാൽ ദൈവം അബ്നേരിനോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ. അവൻ അബ്നേറിനെ ഭയപ്പെടുക കൊണ്ട് അവനോട് പിന്നെ ഒരു വാക്കും പറവാൻ കഴിഞ്ഞില്ല. നോക്കുക, ഒരു ഗതിയുമില്ലാതെ നടന്നവനായ നിന്നെ രാജാവായിട്ട് ഞാനിവിടെ കൊണ്ടിരുത്തിയപ്പോൾ നീ എന്നെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എത്ര ധൈര്യമാണ് നിനക്ക്? അവൻ എന്തു ചെയ്തെന്നറിയാമോ? ഈ രാജ്യം മുഴുവനും ഞാൻ കൊണ്ടുപോയി ആരുടെ കയ്യിലേൽപ്പിക്കും? ദാവീദിന്റെ കയ്യിൽ കൊടുക്കും. നിനക്കുണ്ടായിരിക്കുന്നതായി പോസ്റ്റ് ഞാൻ എടുത്തുമാറ്റും. സ്വാർത്ഥത കൊണ്ട് നിറഞ്ഞ ആളുകൾ, അവസരവാദികളായ ആളുകൾ, നിന്നിൽ നിന്നും എന്തോ ആഗ്രഹിച്ചിട്ട് നിനക്ക് എന്തോ നൽകുന്ന ആളുകൾ അവസാനം എന്തു ചെയ്യുന്നറിയാമോ? അവർ ആഗ്രഹിച്ചത് ലഭിക്കാതെ ഇരിക്കുമ്പോൾ, അവർ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ ഇരിക്കുമ്പോൾ അവർ എന്തു ചെയ്യുമെന്നറിയുമോ? ബലപ്രയോഗത്തിൽ കൂടി നിനക്ക് തന്നതിനെ നിന്നിൽ നിന്നും എടുത്തുമാറ്റും. ഇങ്ങനെയുള്ളതായ ദുഷ്ടരായ ആളുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കാതിരിപ്പാനായി സൂക്ഷിക്കണം. ഇപ്പോൾ അബ്നേർ ഭീഷണിപ്പെടുത്തുകയാണ്, ഇഷ്ബോശേത്തേ, നീ എനിക്കെതിരെ തിരിഞ്ഞതുകൊണ്ട്, എന്നെ ചോദ്യം ചെയ്തതുകൊണ്ട് നിന്റെ രാജത്വം ഞാൻ നിന്നിൽ നിന്നും എടുത്തു മാറ്റാൻ പോവുകയാണ്. അതേ സിംഹാസനത്തിൽ ദാവീദിനെ ഞാൻ കൊണ്ടിരുത്തും. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ രണ്ടാമത്തെ തന്ത്രം മെനയുകയാണ്. എന്താണ് രണ്ടാമത്തെ തന്ത്രം? ഞാൻ ഇഷ്ബോശേത്തിനെ 11 ഗോത്രങ്ങളുടെ മുകളിൽ രാജാവായി അഭിഷേകം ചെയ്തതുകൊണ്ട് ദാവീദ് ഭരിക്കേണ്ടിയിരുന്ന ഈ 11 ഗോത്രങ്ങളെയും ദാവീദിന് ഭരിക്കുവാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഞാൻ ദാവീദിന്റെ അരികിലേക്ക് പോവുകയാണ്. ദാവീദേ, ഈ 11 ഗോത്രങ്ങൾക്ക് മുഴുവനും നീ രാജാവാകുവാനായി 11 ഗോത്രങ്ങളിലെ സകല ആളുകളെയും നിന്റെ പക്ഷത്തേക്ക് ഞാൻ തിരിക്കാം. അതുകൊണ്ട് നീ തന്നെ രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെടട്ടെ. നീ തന്നെ രാജഭരണം കൈയാളുക. ഞാൻ നിന്റെ കൂടെ നിൽക്കാം, സഹായിക്കാം. എല്ലാവരെയും നിന്റെ പക്ഷത്തേക്ക് ഞാൻ തിരിക്കാം. ഇങ്ങനെ പറഞ്ഞ ദാവീദുമായിട്ട് ഒത്തുചേരാം. ദാവീദിനോട് നിരപ്പ് പ്രാപിക്കാം. ഈ വാർത്ത ദാവീദിന് അയച്ചു കൊടുത്തു. ദാവീദിന്റെ ആഗ്രഹം എന്താണ്? ഇസ്രായേലിന് മുഴുവനും രാജാവായി ഇരിക്കണം. ആരാണ് തടസ്സം നിന്നത്? അബ്നേരാണ് തടസ്സം നിന്നത്. ആരിൽ കൂടി തടസ്സം നിന്നു? ഇഷ്ബോശേത്തിൽ കൂടി തടസ്സം നിൽക്കുന്നു. അതിന്റെ ഫലമായിട്ട് രാജ്യം മുഴുവനും ഭരണം നടത്തേണ്ടതിന് പകരമായി ഒരു ഗോത്രമായ യഹൂദ ഗോത്രത്തിന് മാത്രം രാജാവായിരിക്കുമ്പോൾ ഇപ്പോൾ അബ്നേർ ദാവീദിന് വാർത്ത അയക്കുകയാണ്. എന്താണ് ആ വാർത്ത? ഞാൻ 11 ഗോത്രങ്ങളെയും നിന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു തരാം. നീ തന്നെ മൊത്തം ദേശത്തിന്റെ രാജാവായിരിക്കുവാനുള്ള സകല ഒരുക്കങ്ങളും ചെയ്യാം. നമുക്ക് സമാധാനപ്പെടാം. വാർത്ത കിട്ടിയ ഉടൻ തന്നെ ദാവീദ് ഒരുപാട് സന്തോഷിച്ചു. എങ്കിൽ വരിക, നമുക്ക് സന്ധി ചെയ്യാം. വരിക, നമുക്ക് ഒരുമിച്ച് വിരുന്ന് കഴിക്കാം. വരിക എന്ന് പറഞ്ഞപ്പോൾ അബ്നേർ തന്നോടൊപ്പം മൂപ്പന്മാരെ, പ്രമാണിമാരെ കൊണ്ടുവന്നു. എല്ലാ മൂപ്പന്മാരെയും കൂട്ടിക്കൊണ്ട് ദാവീദിനെ മുൻപിലേക്ക് കൊണ്ടുവന്ന് ദാവീദുമായി സമാധാനപ്പെട്ടിട്ട് വിരുന്നു കഴിച്ചു. ദാവീദ് വിരുന്നൊരുക്കി. ആ വിരുന്നിൽ അബ്നേറും ഭാഗവാക്കായി. ദാവീദ് ഒരുപാട് സന്തോഷിച്ചു. ദൈവത്തിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ്. ഇന്നലെ വരെ എൻ്റെ ശത്രുവായി കണ്ടവനായ വ്യക്തി എനിക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നതായ രാജഭരണത്തെ തട്ടിയെടുത്ത് രാജഭരണത്തെ അകറ്റിക്കളഞ്ഞ ആ വ്യക്തി, അവൻ തന്നെ ഇന്ന് വന്നിട്ട് ഞാനുമായി സമാധാനപ്പെട്ടിട്ട് രാജഭരണം എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ഇതിലധികം ഇനി എന്താണ് വേണ്ടത്? ഒരുപാട് സന്തോഷിച്ചു, ഒരുപാട് ആനന്ദിച്ചു. അബ്നേറിനോട് പറഞ്ഞു, നീ വിചാരിക്കുന്ന പോലെ ചെയ്യുക. അബ്നേർ പറഞ്ഞു, നിശ്ചയമായിട്ടും ചെയ്യാം. എന്നാൽ ശ്രദ്ധിച്ച് കേൾക്കുക. അബ്നേറിന്റെ ചിന്താഗതി എന്താണ്? 11 ഗോത്രങ്ങൾക്കും രാജാവായി ദാവീദിനെ ഇരുത്തിയാൽ ഞാൻ ചെയ്ത നന്മയ്ക്ക് പകരമായിട്ട് ദാവീദ് എന്തു ചെയ്യും? എന്നെ മാറ്റുമോ, കൂടെ നിർത്തുമോ? തീർച്ചയായും കൂടെ നിർത്തും. മറുവശത്ത് യോവാബുണ്ടല്ലോ, സൈന്യാധിപൻ. അവനെ എന്തു ചെയ്യും? അവൻ യഹൂദ രാജ്യത്തെ സൈന്യാധിപനാണ്. യോവാബേ, നീ തന്നെ യഹൂദ രാജ്യത്തിന്റെ സൈന്യാധിപൻ ആയിട്ട് തന്നെ അങ്ങനെ നിൽക്കുക. അബ്നേറാണല്ലോ 11 ഗോത്രങ്ങളുടെയും സൈന്യാധിപനായിരിക്കുന്നത്. അതുകൊണ്ട് ആ സ്ഥാനത്ത് അവൻ തന്നെ തുടരട്ടെ എന്ന് പറയും. അബ്നേർ നന്നായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. എന്താണെന്ന് വെച്ചാൽ, ഒരു വശത്ത് ദാവീദിന് നന്മ ചെയ്യുന്നത് പോലെ, അതുപോലെ മറുവശത്ത് തന്റെ ജോലി നഷ്ടപ്പെടുവാനും പാടില്ല. അങ്ങനെ തന്റെ ജോലി നഷ്ടപ്പെടുകയില്ല. ഇങ്ങനെ ആലോചിച്ച സ്വാർത്ഥതയുള്ള ഒരു മനുഷ്യനായിരുന്നു അബ്നേർ എന്ന് കാണുന്നു. എന്താണ് സംഭവിച്ചത്? 11 ഗോത്രങ്ങളെയും കൂട്ടിവരുത്തിക്കൊണ്ട് അബ്നേർ എല്ലാവരെയും സമാധാനപ്പെടുത്തി അവർക്ക് രാജാവായിട്ട് ദാവീദിനെ അഭിഷേകം ചെയ്യിക്കുവാൻ പോവുകയാണ്. നാളെയോ മറ്റന്നാളോ അങ്ങനെ അഭിഷേകം ചെയ്യുവാനായി 11 ഗോത്രങ്ങളെയും കൂട്ടിവരുത്തി അവർക്ക് രാജാവായി ദാവീദിനെ അഭിഷേകം ചെയ്യുവാനായിട്ട് തീരുമാനിച്ച് അബ്നേർ കടന്നുപോകുമ്പോൾ
ഇങ്ങനെ തീരുമാനമെടുത്തുകൊണ്ട് അബ്നേർ കടന്നു പോകുമ്പോൾ വലിയൊരു സംഭവമുണ്ടായി. 24 മണിക്കൂർ കഴിയുന്നതിന് മുൻപ് തന്നെ ഒരു സംഭവമുണ്ടായി. എന്താണ് സംഭവിച്ചത്? ആരോ ഓടിവരികയാണ്. ദാവീദേ, ദാവീദ് രാജാവേ! അരുതാത്ത സംഭവിച്ചു. എന്താണ് സംഭവിച്ചത്? അബ്നേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അബ്നേർ ഇവിടെ നിന്ന് തിരികെ പോകുന്ന വഴിയിൽ ആരോ അവനെ കൊന്നു. അബ്നേർ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. നീ വിചാരിച്ചു 11 ഗോത്രങ്ങളെയും ഒരുമിപ്പിച്ച് അതിൻ്റെ മധ്യയിൽ ദാവീദിനെ രാജാവാക്കി മാറ്റുന്നു എന്ന് നീ വിചാരിച്ചു. എന്നാൽ അതിനും തടസ്സം വന്നിരിക്കുകയാണ്. ഗോത്രങ്ങളെ സമാധാനപ്പെടുത്തുവാൻ പോകുന്ന വഴിയിൽ അബ്നേറിനെ ആരോ കൊന്നുകളഞ്ഞു, കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ദാവീദിനൊന്നും മനസ്സിലായില്ല. എന്താണ് സംഭവിക്കുന്നത്? താൻ വിചാരിച്ചത് നടക്കാൻ പോകുമ്പോൾ, താൻ ആഗ്രഹിച്ചത് ലഭിക്കാൻ പോകുന്ന സമയം, 12 ഗോത്രക്കാരും കടന്നു വന്നിട്ട് തന്നെ രാജാവായി അഭിഷേകം ചെയ്യാൻ പോകുന്ന സമയം, വീണ്ടും ഈ തടസ്സം എങ്ങനെ വന്നു? എവിടെ നിന്ന് വന്നു? ആരാണ് അബ്നേറിനെ കൊന്നത്? പ്രിയ സഹോദര സഹോദരി, ശ്രദ്ധിച്ചു കേൾക്കുക. ആശായേൽ എന്ന യോവാബിന്റെ അനുജൻ കൊല്ലപ്പെട്ടു. 360 പേർ അബ്നേറിന്റെ സൈന്യത്തിൽ കൊല്ലപ്പെട്ടു. 20 പേർ ദാവീദിന്റെ സൈന്യത്തിലെ ആളുകൾ കൊല്ലപ്പെട്ടു. ഇപ്പോൾ അബ്നേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇതിനുശേഷം വീണ്ടും കുറച്ച് ആളുകൾ കൊല്ലപ്പെടും. 2-ാം അധ്യായവും 3-ാം അധ്യായവും 4-ാം അധ്യായവുമൊക്കെ ഒന്നിനു പിറകെ ഒന്നായിട്ട് കൊലപാതക പരമ്പരയാണ്. എന്തുകൊണ്ടാണ്? പണ്ടെങ്ങോ ഒരു കഴുതയെ കെട്ടിയിട്ടിരിക്കുന്ന കഴുതയെ പിശാച് അഴിച്ചുവിടുവാനിടയായി. പിശാച് അഴിച്ചുവിട്ടതായ ആ കഴുത അടുത്തൊരു വയൽ കണ്ടപ്പോൾ അവിടേക്ക് പ്രവേശിച്ചു. ആ വിളയെല്ലാം തിന്നുകളഞ്ഞു. അത് കണ്ടതായ അതിൻ്റെ യജമാനത്തി തൻ്റെ ഭർത്താവ് വിദേശത്ത് പോയിരുന്നതുകൊണ്ട് ഈ വിള തിന്ന് നശിപ്പിക്കുന്ന കഴുതയെ തോക്കുവെച്ച് വെടിവെച്ചു കൊന്നു. ഇങ്ങനെ കഴുതയെ കൊന്നതായ ആ സ്ത്രീയെ കണ്ടുകൊണ്ട് കഴുതയുടെ യജമാനൻ എന്തു ചെയ്തെന്നറിയാമോ? ആ സ്ത്രീയെ വെടിവെച്ച് കൊല്ലുവാൻ ഇടയായി. യജമാനൻ പട്ടണത്തിൽ നിന്ന് തിരികെ വന്നപ്പോൾ ഭാര്യ മരിച്ചു കിടക്കുന്നു. എന്തുപറ്റിയെന്ന് ചോദിച്ചപ്പോൾ അയൽക്കാരൻ്റെ ഒരു കഴുത വന്ന് വയലിലെ വിള നശിപ്പിച്ചപ്പോൾ ഭാര്യ അതിനെ കൊന്നു. അതിനു പകരമായി അയൽക്കാരൻ നിങ്ങളുടെ ഭാര്യയെ കൊന്നു. ഇയാൾ കോപിച്ച് ചെന്നിട്ട് അയാളുടെ വീട് മുഴുവനും കത്തിച്ചു കളഞ്ഞു. ആ വീട്ടിൽ അയാളുടെ ഭാര്യയും മക്കളുമൊക്കെ ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് വീടിന് തീയിട്ട് നശിപ്പിച്ചപ്പോൾ ആ വീട്ടിൽ അയാളുടെ ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു. എന്നാൽ അയാൾ വെളിയിലെവിടെയോ പോയിരുന്നു. അയാൾ തിരികെ വന്ന് നോക്കുമ്പോൾ കത്തി നശിച്ചു കിടക്കുന്ന വീട്, ഭാര്യയും മക്കളും അതിനുള്ളിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ആരാണിങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ കൊന്നതായ ഭാര്യയുടെ ഭർത്താവാണ്. ഇതറിഞ്ഞിട്ട് പെട്ടെന്ന് വന്ന് എൻ്റെ ഭാര്യയെ കൊല്ലുമോ, എൻ്റെ മക്കളെ കൊല്ലുമോ എന്ന് പറഞ്ഞുകൊണ്ട് തോക്കെടുത്തിട്ട് അയാളെ വെടിവെച്ചു കൊന്നു. ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞ് ഇയാളുടെ ഭാര്യ മരിച്ചു കിടക്കുന്നു, മക്കൾ മരിച്ചു കിടക്കുന്നു, ഇയാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. അയൽപക്കത്തെ ഭാര്യയും ഭർത്താവും കഴുതയും കൊല്ലപ്പെട്ടു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് ഉറക്കെ അട്ടഹസിക്കുകയാണ്, പിശാച്, നീ എന്തിനാണിത് ചെയ്തത്? എന്തിനു ചെയ്തു? ഇങ്ങനെ ഉറക്കെ വിളിച്ചപ്പോൾ പിശാച് അവിടെ പ്രത്യക്ഷനാകാനിടയായി. എന്നിട്ട് പിശാച് ചോദിക്കുകയാണ്, എന്തിനാണ് ഒച്ച വയ്ക്കുന്നത്? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്ത് ചെയ്തെന്ന് ചോദിക്കുവോ? എല്ലാവരും കൊല്ലപ്പെടുവാൻ നീയാണ് കാരണം. ഞാൻ ആരെയും കൊന്നില്ല. കൊല്ലപ്പെടുവാൻ ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ എന്താണ് ചെയ്തത്? ആ ഒരു കഴുതയെ അഴിച്ചുവിട്ടു. അത്രയുള്ളൂ. കഴുതയെ അഴിച്ചുവിട്ടു. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. ചെയ്തതെല്ലാം നിങ്ങളാണ്. നിങ്ങളിലുള്ള കോപം കാരണം, നിങ്ങളിലുള്ള വിദ്വേഷം കാരണം, എടുത്തുചാട്ടം കാരണം, നിങ്ങളുടെ ക്രോധം കൊണ്ട്, നിങ്ങളിലുള്ളതായ വലിയ പക കൊണ്ട് നിങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ എന്നോടെന്തിനാണ് പരാതിപ്പെടുന്നത്? പ്രിയ സഹോദര സഹോദരി, പിശാച് ഇങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങളിൽ കോപമുണ്ടെങ്കിൽ ആ കോപത്തെ അവൻ അഴിച്ചുവിടും. നിങ്ങളിൽ കാമമുണ്ടെങ്കിൽ കാമത്തെ അഴിച്ചുവിടും. നിങ്ങളിൽ ആർക്കെങ്കിലും പകയുണ്ടെങ്കിൽ ആ പകയുടെ കെട്ട് അഴിച്ചുവിടും. നിങ്ങളിൽ വിദ്വേഷമുണ്ടെങ്കിൽ, നിങ്ങളിൽ അസൂയുണ്ടെങ്കിൽ അതിനെ അഴിച്ചുവിടും. പിന്നെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ തന്നെ ചെയ്യുവാനിടയാകും. അബ്നേർ എന്ന വ്യക്തിയിൽ അവസരവാദി, സ്വാർത്ഥത, ഈ ഒരു സ്വഭാവം അവനിലുണ്ടായിരുന്നു. അതിനെ അവൻ അഴിച്ചുവിട്ടു. അബ്നേർ ചെയ്യാവുന്നതെല്ലാം ചെയ്തിരിക്കുന്നു. അവസാനം എന്ത് സംഭവിച്ചു? അവൻ കൊല ചെയ്യപ്പെട്ടു. 24 മണിക്കൂറിൽ, അതും ദാവീദ് രാജാവായിട്ട് സിംഹാസനത്തിൻ്റെ മേൽ ഇരിക്കുന്ന ദിവസം കടന്നു വരുന്ന സമയത്ത് അബ്നേർ കൊല ചെയ്യപ്പെട്ടു. എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു? ആരാണ് അവനെ കൊന്നത്? 24 മണിക്കൂറിനുള്ളിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? വീണ്ടും രാജാവായിട്ട് ദാവീദ് കടന്നു വരുന്നതിന് എന്തുകൊണ്ട് തടസ്സമുണ്ടായി? പ്രിയമുള്ളവരെ, നമുക്ക് വീണ്ടും കാത്തിരിക്കാം. ഈ സന്ദേശം തുടർച്ചയായി കേൾക്കാം.
മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, വളരെ ശ്രേഷ്ഠമായ സന്ദേശത്തിൽ കൂടി ഞങ്ങളെ ദർശിച്ച് ഞങ്ങളെ ബലപ്പെടുത്തിയതോർത്ത് അങ്ങയെ സ്തുതിക്കുകയാണ്. വിതയ്ക്കപ്പെട്ട ഈ വചനത്തെ ഫലിപ്പിക്കണമേ. അപ്പൻ മകനിൽ ഒരു ആട്ടിടയനെ കണ്ടു, എന്നാൽ അതേ മകനിൽ ദൈവം ഒരു വലിയ രാജാവിനെയാണ് കണ്ടത്. ഇന്ന് ഞങ്ങളുടെ ജീവിതം ഏത് നിലയിൽ ആണെങ്കിലും നീ ഏത് രീതിയിലാണ് ഞങ്ങളെ കാണുന്നത്, ഞങ്ങളുടെ കുടുംബത്തെ കാണുന്നത്, ഞങ്ങളുടെ മക്കളെ കാണുന്നത്, കർത്താവെ, അതെല്ലാം ഗ്രഹിച്ച് അതനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ആത്മീയത ഞങ്ങൾക്ക് തരണമേ. കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ നിന്നോട് ചേർന്ന് നിൽക്കണം. നിന്നെ വിട്ട് അകന്നു പോയാൽ ഞങ്ങളുടെ ജീവിതത്തിൽ നാശമാണ് ഉണ്ടാകുന്നത്. ഏത് പണി ചെയ്താലും നിന്നോടൊപ്പം അത് ആരംഭിക്കണം. നീ ഇല്ലാത്തതായ ശുശ്രൂഷ, നീ ഇല്ലാത്തതായ പണി അത് പാതിയിൽ വെച്ച് നിന്നു പോകാനിടയാകും. അതുകൊണ്ട് കർത്താവ്, നീ ഞങ്ങളോടൊപ്പം വരണം, നിന്റെ സാന്നിധ്യം വരണം. ഞങ്ങൾ ചെയ്യുന്ന സകല കാര്യങ്ങളിലും നിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. കർത്താവേ, അബ്നേറിനെ പോലെയുള്ള അവസരവാദികൾ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയുണ്ട്. അവരുടെ മുൻപിൽ ഞങ്ങൾ കീഴ്പ്പെട്ടു പോകാതിരിക്കാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവർ പ്രവേശിക്കാതിരിക്കാൻ നീ സഹായിക്കണമേ. അവരിൽ നിന്ന് വിടുവിക്കണമേ. എന്താണോ ഞങ്ങൾക്ക് നീ നൽകാൻ ആഗ്രഹിക്കുന്നത് അത് സാധിക്കുന്നതുവരെയും അത് നൽകുന്നതുവരെയും കർത്താവെ, നീ ഞങ്ങളെ ആരെയും ഉപേക്ഷിച്ച് കളയരുതേ. ഞങ്ങളോട് കൂടെയിരിക്കണമേ എന്ന് കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. Address: Calvary, Post Box number 30, Kukatpalli, Hyderabad 72.